പ്രതീക്ഷിക്കാം. ധനലാഭം വന്നു ചേരും. വിജയങ്ങളുണ്ടാകും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ഇടവമാസത്തിൽ കാര്യവിജയത്തിനും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാനും സാധ്യത കാണുന്നു. എന്നിരുന്നാലും ഉദരനേത്ര രോഗങ്ങൾ, യാത്രാക്ലേശങ്ങൾ, കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതയ്ക്കും സാധ്യതയുണ്ട്. മിഥുനമാസത്തിലും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അതേപടി തുടരാൻ സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശ്രദ്ധ വേണം. കർക്കിടക മാസത്തിൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ധനവരവുണ്ടാകും. കാര്യവിജയമുണ്ടാകുമെങ്കിലും ബന്ധുകലഹവും അതിലൂടെ ശാരീരിക ക്ഷതമേക്കാനും സാധ്യതയുണ്ട്. ഈ കൂറുകാർ ചെയ്യേണ്ട ചില വിശേഷാൽ വഴിപാടുകൾ ഇവിടെ സൂചിപ്പിക്കും. തിരുവാതിര നാളിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തണം. ശാസ്താവിന് ശനിയാഴ്ച ദിവസം തോറും നീരാഞ്ജനം കത്തിക്കണം. പക്കം നാളിൽ കറുക ഹോമവും നടത്തണം. ഇത്തരം വഴിപാടുകളിലൂടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ നാളുകാർ ജപിക്കേണ്ട ചില മന്ത്രജപങ്ങൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.